ഓക്കെ, വീഡിയോ നമ്പർ 86 വീഡിയോ നമ്പർ 86 ഇത് CSIR ക്വസ്റ്റ്യനാണ്. ഇതിൽ ഒരു ഫങ്ഷൻ ഉണ്ട്, അത് വെക്ടർ വാല്യൂഡ് ഫങ്ഷൻ ആണ്. അല്ല, ഇത് സ്കാലാർ വാല്യൂഡ് ആണ്. എഫ് ഫ്രം Rn നിന്ന് ആറിലേക്ക് ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ. ഓക്കെ, ഇത് വരുന്നത് Rn നിന്നാണ്, n കോർഡിനേറ്റ്സ് ഉള്ള സ്പേസിൽ നിന്ന് ആറിലേക്ക്. എഫ് ഓഫ് x1 x2 എക്സെട്ര xn ഈക്വൽ ടു a1 x1 പ്ലസ് a2 x2 എക്സെട്ര x. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു റിയൽ നമ്പറാണ്. വേർ a ഈക്വൽ ടു a1 a2 എക്സെട്ര an ഈസ് എ ഫിക്സഡ് നോൺ സീറോ നമ്പർ വെക്റ്റർ. ഇതൊരു വെക്ടറാണ്, ഇപ്പുറത്തുള്ള സാധനങ്ങൾ വെക്ടറാണ്. ഇനി ഈ വെക്ടറിൻ്റെ ഡെറിവേറ്റീവ്, ഇവിടെയുള്ള ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് df(0) ഡെറിവേറ്റീവ് f(0). വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? df(0) ഈസ് എ ലീനിയർ മാപ്പ് ഫ്രം Rn ടു R. ഇതൊരു ലീനിയർ മാപ്പാണ്. df(0) ഓഫ് a ഈസ് ഈക്വൽ ടു നോം a സ്ക്വയർ. df(0) ഈസ് a ഈസ് ഈക്വൽ ടു 0. df(0) ഓഫ് b ഈസ് ഈക്വൽ ടു a1 b1 പ്ലസ് a2 b2 എക്സെട്ര. ഫോർ b ഈക്വൽ ടു b1 b2 എക്സെട്ര b. ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ടേംസ്, ഈ Rn എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ R2 R3 ഏതെങ്കിലും ആവാം. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ് റിയൽ ലൈനാണ്. അപ്പോൾ ഇപ്പുറത്തുള്ള ഒരു എലമെൻ്റ് എടുക്കുമ്പോൾ അതൊരു വെക്ടർ ആയിരിക്കും. ഓക്കെ, x1 x2 എക്സെട്ര xn. R3 ആണെങ്കിൽ 3 കോർഡിനേറ്റ് ഉണ്ടാവും, R2 ആണെങ്കിൽ 2 കോർഡിനേറ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊരു ലീനിയർ ഫങ്ഷണലാണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഒരു ലീനിയർ എന്താ ലീനിയർ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു റിയൽ നമ്പർ ആയിട്ട്, നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിട്ട് ഒരു റിയൽ നമ്പർ. ഈ ടൈപ്പ് ഫംഗ്ഷൻ്റെ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. df(0) ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ് 0 എന്നതിൻ്റെ അർത്ഥം. df(0) അങ്ങനെ ഡെറിവേറ്റീവ്, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് 0 എന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പാണ്. നേരത്തേക്ക് ലീനിയർ മാപ്പ് ഈ Rn നിന്ന് ആറിലേക്കുള്ള ഒരു ലീനിയർ മാപ്പ്. കാരണം ഈ സംഗതികളൊക്കെ നമുക്ക് ഒന്ന് പറയണം. ഇപ്പോൾ നോക്കാം എന്താ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഞാനിപ്പോൾ ഒരു R2 നിന്ന് R2ലേക്ക് തന്നെ നിന്നോട്ടെ. ജനറലായിട്ട് R2 നിന്ന് R2. ഓക്കെ, R2 നിന്ന് R2ലേക്കാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ. ഇങ്ങനെ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് R2ലുള്ള എലമെൻറ്റാണ്, കാരണം ഇവിടെ 2 കോർഡിനേറ്റ്സ് ഉണ്ട്, എക്സും വൈയും. വേണമെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, ഫങ്ഷൻ ഓഫ് x1, വൈക്ക് പകരം x2 എന്ന് എഴുതാം. ഫങ്ഷൻ ഓഫ് x1 x2 ഇസ് ഈക്വൽ ടു സൈൻ x1 ആൻഡ് കോസ് x2. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ എക്സ് വൈ എടുത്തേക്ക് താഴെ എന്താ എടുത്തിരിക്കുന്നത്, x1 x2 എന്നായിരിക്കും. അപ്പം ഞാൻ തൽക്കാലം ഇത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ x1 x2 പകരം എക്സ് വൈ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറൻറ്റ് പേര് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നോക്കിക്കോളെ. ഇത് R2 നിന്ന് R2ലേക്കുള്ള ഫംഗ്ഷനാണ്. ജനറലായിട്ട് നമ്മൾ Rn നിന്ന് n കോർഡിനേറ്റ്സ് ഉള്ളതിന് n കോർഡിനേറ്റ്സ് ഉള്ള, ഇവിടെ 2 കോർഡിനേറ്റ്സ് ഉള്ളതിന് 2 കോർഡിനേറ്റ്സ് ഉള്ള, ഇവിടെ എക്സും വൈ 2 കോർഡിനേറ്റ്. അവിടെ നിന്ന് ഇവിടത്തേക്ക് പോയിരിക്കുന്നത് സൈൻ എക്സ് കോസ് വൈ. ഇവിടെ 2 കോർഡിനേറ്റ്സ് ഉണ്ട്, അപ്പുറം 2 കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ R2 നിന്ന് R2ലേക്ക് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് df, ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കോ. ഈ സാധനത്തിന് നമ്മൾ ആദ്യത്തെ ഇവിടെ 2 കോർഡിനേറ്റ്സ് ഇല്ലേ, ഇതൊരു ഫംഗ്ഷനാണ് സൈൻ എക്സ്. ഇതിനാണ് f1 എന്ന് വിളിക്കുന്നത്, ഇതിനെ എന്ത് വിളിക്കുന്നത്, f2. അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ f1 f2 എന്നാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് df അറ്റ് എക്സ് വൈ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ ഡോ f1 ആണ്. ഇവിടെ ഫസ്റ്റ് റോയിൽ x1 എഴുതുക. ഡോ f1 ബൈ ഡോ എക്സ്, ഡോ f1 ബൈ ഡോ വൈ. ഇവിടെ ഏതെങ്കിലും കോർഡിനേറ്റ്സ് ഉണ്ട്, എക്സും വൈ ഉണ്ട്. ആ എക്സിലും വൈയും ഡിഫറൻറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് f1 ആണ്. ഇത് ഫുള്ളായിട്ട് എന്താണ് f1 ആണ്. ഇനി സെക്കൻഡ് റോ എഴുതാം. ഇതൊരു മെട്രിക്സ് ഫോമിലാണ് എഴുതേണ്ടത്. ഇത് മെട്രിക്സ് ഫോമിൽ
ഇനി രണ്ടാമത്തെ F2 അല്ലേ, അതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിലും F2നെ വിത്ത് റെസ്പെക്ട് ടു വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതുക. ഇത് സെക്കൻഡ് റോ കംപ്ലീറ്റ് F2ൻ്റെ, ഫസ്റ്റ് റോ കംപ്ലീറ്റ് F1ൻ്റെ. ഇത് F1ൻ്റെ റോയും ഇത് F2ൻ്റെ റോയും. അപ്പോൾ നമുക്ക് F1 F2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ F1 വിത്ത് റെസ്പെക്ട് എക്സിൽ ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എന്താ വരിക നോക്കാം. DF at xy is equal to sin x നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡോ F1 ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് എക്സ് കിട്ടും. ഇനി വിത്ത് റെസ്പെക്ട് വൈയിൽ ഡോ സൈൻ എക്സിന് തന്നെ F1 തന്നെ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുക. അപ്പോൾ സൈൻ എക്സിനെ വൈ ചെയ്ത് എന്താ കിട്ടുക? ഇവിടെ 0 കിട്ടും. ഇനി നമ്മൾ അടുത്ത ഫംഗ്ഷൻ എടുക്കേണ്ട F2 ആണ്, കോസ് വൈ. കോസ് വൈ നമ്മൾ ആദ്യം എന്തിലേ ചെയ്യണം? എക്സ് ചെയ്യണം, അപ്പോൾ 0 കിട്ടും. പിന്നെ F2ന് നമ്മൾ വൈ ചെയ്യുക, അപ്പോൾ മൈനസ് സൈൻ വൈ വരും. ഇനി നമുക്ക് കാണേണ്ടത്, നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ് എക്സ് വൈ കിട്ടിയിട്ടുണ്ട്. ഇനി ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ് നമുക്ക് വേണ്ടത് DF at 0 0 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സിനും വൈക്ക് നമ്മൾ എന്ത് കൊടുത്താൽ മതി? 0 0 കൊടുത്താൽ മതി. ഇവിടെ എക്സ് 0, ഇവിടെ 0 0 ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുക, 0 0 ഇവാലുവേറ്റ് ചെയ്യുക. എക്സ് 0 0 ഇവിടെ ഇവാലുവേഷൻ നടത്തുക. അപ്പോൾ ഇവിടെ എക്സ് 0 വൈ ഇല്ലല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 1 വരിക. ഇത് 0, ഇത് 0. ഇനി ഈ മൈനസ് സൈൻ വൈയും 0 0 ഇവാലുവേറ്റ് ചെയ്യും. എക്സ് 0 വൈ 0, ഇവിടെ വൈ മാത്രമേ ഉള്ളൂ, അപ്പോൾ 0 വരും. മൈനസ് സൈൻ 0 എന്നാണ് 0. ഇതാണ് DF at 0 0. ഇനി പിന്നെ ഇങ്ങനെ ചോദിക്കുക അവർ, DF at 0 0 DF at 0 0 ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ നമ്മൾ DF at 0 0 ഇതല്ലേ, ഇങ്ങനെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 0 0 0 എന്ന മെട്രിക്സിനെ ഇവിടെ ഒരു വെക്ടർ അങ്ങ് വെച്ചെടുത്താൽ മതി. ഏത് വെക്ടർ? ഈ വെക്ടർ. ഇതിപ്പോൾ യു എന്ന് പറഞ്ഞ വെക്ടറാണെന്ന് വിചാരിച്ചാൽ, അപ്പോൾ യുവിന് ഇവിടെ അങ്ങ് വെച്ചെടുത്താൽ മതി. കോളം വൈസിൽ 1 1 ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 പ്ലസ് 1 × 0. അപ്പോൾ എത്ര ഒരു 1 വരും. 0 × 0 പ്ലസ് 0 × 1 പ്ലസ് 0 × 0 1. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതായി 1 0. അതേപോലെ നമുക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തത് R2 നിന്ന് R2ലേക്കുള്ള ഫംഗ്ഷൻ അല്ലേ, R2 എന്ന് എടുത്തേക്കാണ് R2ലേക്കുള്ള ഫംഗ്ഷൻ. ഇതേപോലെ നമുക്ക് Rn Rnലേക്കുള്ള ഫംഗ്ഷൻ ഇപ്പോൾ നമ്മൾ n കോർഡിനേറ്റ്സ് വെച്ചാൽ പറയാം. അപ്പോൾ നമുക്ക് Rnൽ നിന്ന് Rnലേക്കുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ ഓഫ് x1 x2 x3 എക്സെട്ര xn. അപ്പോൾ ഇത് n കോർഡിനേറ്റ്സ് ഉണ്ട്. നമുക്ക് ഇപ്പുറത്തുള്ള ഫംഗ്ഷൻ F1 F2 F3 ഇങ്ങനെ കോമഡിറ്റാണേ. ഇവിടെ n ഫങ്ഷൻസ് ഉണ്ട്. F1 F2 ഇവിടെ സൈൻ എക്സ് കോസ് വൈ എന്നതിന് 2 എണ്ണേ ഉള്ളൂ. ഇവിടെ n എണ്ണം എടുത്തിട്ടുണ്ട്. F1 F2 F3 എക്സെട്ര Fn. ഇനി ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. DF at x1 x2 എക്സെട്ര xn. ഇനി കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? മെട്രിക്സ് ഫോം ചെയ്യാം. ഓക്കെ, ആ മെട്രിക്സിനെ കുറച്ച് വലുപ്പത്തിൽ ഇവിടെ എഴുതുന്നുണ്ട്. ഒരു മെട്രിക്സ് ഇങ്ങനെ ഫോം ചെയ്ത് ഫസ്റ്റ് റോ കംപ്ലീറ്റ് നമ്മൾ എന്ത് എഴുതണം? F1 വെച്ച് എഴുതണം. ഡോ F1 ബൈ ഡോ x1. ഡോ എല്ലാം ഫസ്റ്റ് റോ ഫുള്ളായിട്ട് ആരാണ്? F1ൻ്റെ റോ ആണ്. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഫസ്റ്റ് റോ ഫുള്ളായി. ഇനി നമ്മൾ സെക്കൻഡ്, അപ്പോൾ F1ൻ്റെ റോ ആണ് ഇത്. സെക്കൻഡ് റോ എന്താണ്? F2 വെച്ച് എഴുതുക. ഇതേപോലെ തന്നെ ഇങ്ങനെ എഴുതി. ഇത് F2ൻ്റെ റോ ആണ്. ഇനി ഇങ്ങനെ എക്സെട്ര ഇങ്ങനെ വന്ന് നമ്മൾ ഇത് F1 F2 എക്സെട്ര നമ്മളിങ്ങനെ Fൻ്റെ ലാസ്റ്റ് റോ ഡോ Fn മെട്രിക്സ് കുറച്ച് വലുപ്പത്തിൽ വരയ്ക്കുക. x1 ഡോ Fn ബൈ ഡോ x2 എക്സെട്ര ഡോ Fn ബൈ ഡോ xn. ഓക്കെ, ഇതാണ് നമ്മളെ DF at x1 x2 എക്സെട്ര എന്ന് പറയുന്ന സാധനം. ഇനി നമ്മൾ DF at നമുക്ക് 0 0 കണ്ടുപിടിക്കണമെങ്കിൽ DF at ചിലപ്പോൾ നമുക്ക് 0 0 0
0 എക്സെട്രാ 0 എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നമ്മളെ ആ സാധനം ഇല്ലേ എന്താ ഇവിടെ 00 വെക്ടറിൻ്റെ അതിങ്ങനെ കൊടുത്താൽ മതി. 000 എക്സ് ഇവിടെ x1 0 x2 0 അത് സാധനങ്ങൾ കൊടുക്കുക ഓരോ പ്ലേസിലും. അങ്ങനെ ഓരോ പ്ലേസിലും നമ്മൾ ആ പ്ലേസിലുള്ള വാല്യൂസ് 00 00 ഇവിടെ ഓരോ വാല്യൂസ് ഇങ്ങനെ കണ്ടുപിടിക്കുക, നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ. ഇനി ഇവിടെ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ n കോർഡിനേറ്റ്സ് ഉണ്ട്, റൈറ്റ് സൈഡിൽ n കോർഡിനേറ്റ്സ് ഉണ്ട്. ഇനി റൈറ്റ് സൈഡിൽ ഒറ്റ സിംഗിൾ കോർഡിനേറ്റ്സ് 6 ആണെന്നിരിക്കുക. അപ്പോൾ ഇവിടെ n കോർഡിനേറ്റ്സ് ഉള്ളതിന് പകരം ഒരൊറ്റ ഫംഗ്ഷൻ എഫ് മാത്രമേ ഉണ്ടാവും, ഒരു സിംഗിൾ ഫംഗ്ഷൻ. അതാണ് ഇവിടെ കാണുന്ന ഈ സാധനം. ഇത് 6 എന്ന 6 ലേക്കുകൾ ഇവിടെ n കോർഡിനേറ്റ്സ് ഉണ്ട്, പക്ഷേ ആടെ ഒറ്റ ഒരു എലമെൻ്റ് ആളൂ. അപ്പോൾ ഇങ്ങനത്തെ സാധനത്തിന് നമ്മൾ വിളിക്കുക ഫങ്ഷണൽ എന്നാണ് വിളിക്കുക. ഇത് റിയൽ നമ്പറാണ്, ഇത് റിയൽ നമ്പറായിരിക്കും, കൂട്ടിക്കഴിഞ്ഞാൽ റിയൽ നമ്പറാണ് കിട്ടുക. അപ്പോൾ ഈ സാധനം നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റ സിംഗിൾ ഫംഗ്ഷൻ എഫ് അല്ലേ ഉള്ളൂ, വലത്തെ സൈഡിൽ ഒറ്റ ഫംഗ്ഷനല്ലേ ഉള്ളൂ, ഇത്ര ഒന്നും ഉണ്ടാവില്ലല്ലോ, F1 മാത്രമല്ലേ ഉണ്ടാവും. അപ്പോൾ F1 റോ മാത്രം എക്സിസ്റ്റ് ചെയ്യും, ബാക്കി ഒറ്റ ഉണ്ടാവില്ല. ഈ F1 ഒറ്റ റോ മാത്രം എക്സിസ്റ്റ് ചെയ്യും, ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഡിലീറ്റ് ചെയ്താൽ ഒറ്റ സിംഗിൾ ഒരൊറ്റ റോ ഉള്ള ഒരു സാധനം മാത്രം ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതായിരിക്കും എന്ത് DF at x1 x2 etc. xn. അതിൽ നമ്മൾ പിന്നെ DF at ഇത് ഏതെങ്കിലും ഒരു വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ആ വെക്ടറിനെ എന്ത് ചെയ്താൽ മതി, ഇവിടെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി യുവിന്. അപ്പം ഞാനിത് ചെയ്യാം. അപ്പം ഞാൻ ഈ പ്രോബ്ലം ചെയ്ത് നോക്കിക്കോളെ. എഫ് ഫ്രം Rn to R f of x1 x2 etc. a1 x1 പ്ലസ് അങ്ങനെയാണുള്ളത്. ചെയ്ത് നോക്കാം. അപ്പം നമ്മളെ ഫങ്ഷൻ എഫ് ഫ്രം Rn to R ഫങ്ഷൻ ഓഫ് ഇവിടുത്തെ ഒരു വെക്ടർ എടുക്കുന്നു x1 x2 etc. xn ഈക്വൽ ടു a1 x1 പ്ലസ് a2 x2 പ്ലസ് etc. an xn. ഈ a1 a2 etc. an എന്ന് പറഞ്ഞാൽ എന്നാ അത് ഇവിടെയുള്ള ഒരു ഫിക്സഡ് വെക്ടറാണ്. a1 a2 etc. an എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫിക്സഡ് വെക്ടറാണ്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക? DF. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരൊറ്റ എഫ് എന്ന് പറയുന്ന സാധനമേ ഉള്ളൂ. അപ്പോൾ DF എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഉണ്ടാകും, ഒറ്റ സിംഗിൾ റോയിൽ ഡോ എഫ് ബൈ ഡോ x1 ഡോ എഫ് ബൈ ഡോ x2 ഡോ എഫ് ബൈ ഡോ x3 കോമട്ട് എഴുതണേ എക്സെട്ര ഡോ എഫ് ബൈ ഡോ x. അപ്പോൾ നമുക്ക് നോക്കാം DF എങ്ങനെ കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ x1. ഇതാണ് ഫംഗ്ഷൻ എഫ്. ഇത്ര x1 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇവിടെ a1 മാത്രമേ ഉണ്ടാവും, ബാക്കിയെല്ലാം 0 ആയി പോകും. അപ്പോൾ ഫസ്റ്റ് സാധനം a1. രണ്ടാമത്തെ ഡോ എഫ് ബൈ ഡോ x2. ഇതിനെ x2 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ a2 മാത്രമേ ഉണ്ടാവും. പിന്നെ അവസാനം എക്സെട്ര ഡോ എഫ് ബൈ ഡോ xn. xn ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ an മാത്രമേ ഉണ്ടാവും. ഇതാണെന്ത് DF. ഇപ്പോൾ DF എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് കാണണം, നമുക്ക് വേണ്ടത് DF at 0 വേണം. DF at എന്ത് വേണോ? 0 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 0 എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ Rn ആറിലേക്കുള്ളതാണ്. DF at 0 എന്ന് പറയുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെക്ടറാണ്, അതായത് ഇതിന് n കോർഡിനേറ്റ്സ് ഉണ്ടാവും. 0, 0, etc. 0 n സീറോസ് ഉണ്ടാവേ. അപ്പോൾ നമ്മളിവിടെ DF at 0, 0, etc. 0. ഇത് x1, ഇത് x2, ഇത് x3 etc. ഇത് xn ആണ്. x1 0, x2 0, x3 0. ഇനി നമ്മൾ ഇതിലേക്ക് വരിക. ഇനി ഈ x1 x2 etc. ഇവിടെ വെച്ച് കൊടുക്കണ്ടേ? അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും വെച്ച് കൊടുക്കണം. ആ പോയിന്റ് a1 പൊസിഷനിൽ 0, 0, 0, 0, 0. അപ്പോൾ അതായത് ഇത് x1 ആണ്, ഇത് x2 etc. ഇത് xn. ഇവിടെ x1 ഒന്നും കാണാനില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം വരില്ല, a1 തന്നെയായിരിക്കും, അത് a1 തന്നെ. ഇനി അതേപോലെ ഇവിടെയും നമ്മൾ 0, 0, 0 വെച്ചെടുക്കുക. ഇവിടെ x1 0, x2 0 എല്ലാം ഉണ്ട്, പക്ഷേ ഇവിടെ x2 ഒരു സാധനവും ഇല്ല, കോൺസ്റ്റൻറ്റ് a2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ a2 ചേഞ്ചസ് വരില്ല. അതേപോലെ തന്നെ നമ്മളിവിടെയും 0, 0, 0 കോർഡിനേറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ x1 0, x2 0, ഇവിടെ ഒരു x1 ഒന്നും കാണാനില്ലല്ലോ, അതുകൊണ്ട് അവിടെയും an തന്നെയാണ് ഉണ്ടാവുക, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല.
ഇപ്പോൾ DF@00 എന്ന് പറഞ്ഞ സാധനം നമുക്ക് എന്ത് കിട്ടി? A1 A2 എക്സെട്ര AN കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറയേണ്ടത് DF@0 ഈസ് എ ലീനിയർ മാപ്പ് ഫ്രം Rn to R. നമുക്ക് ലീനിയർ മാപ്പാണോ നോക്കാം. എന്താ ലീനിയർ മാപ്പ് ആവാനുള്ള? നമുക്ക് DF@00 കിട്ടിയിരിക്കുന്നത് A1 A2 എക്സെട്ര AN. ഇത് AN ആണ്. അപ്പോൾ DF@0 നമുക്ക് ലീനിയർ മാപ്പാണോ നോക്കണമെങ്കിൽ നമ്മൾ Rn നിന്ന് Rലേക്കാണ്. ഇത് ലീനിയർ മാപ്പാണോ നോക്കണം. നമുക്ക് ഇവിടെ നിന്നൊരു x1 x2 എക്സെട്ര xn എടുക്കുക, ഒരു എലമെൻറ്റ്. അത് നമുക്ക് ഈ DF@00 എന്ന് പറഞ്ഞ സാധനം ഇതല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ DF@0 ഈ വെക്ടറിനെ ഇവിടെ അപ്ലൈ ചെയ്യുക, x1 x2 എക്സെട്ര xn. DF@0 എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഈ സാധനം. ഇതൊരു ബ്രാക്കറ്റിലാക്കിയിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. DF@0 ഇവിടെ ഉണ്ട്. ഇനി ഇവിടുന്ന് ഒരു വെക്ടറിനെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, x1 x2 എക്സെട്ര xn. അതായത് DF@0 എന്ന് പറഞ്ഞ സാധനം എന്നാ ഇതല്ലേ, ഈ വാല്യൂ DF@0 എന്ന് പറയുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ. ഞാനൊന്നും കൂടി DF@0 എഴുതുന്നുണ്ട്. DF@000 എന്ന് പറയുന്ന സാധനം എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? A1 A2 എക്സെട്ര AN ആണ്. അതിവിടെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. A1 A2 എക്സെട്ര AN ആണ്, അതിവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് കാണേണ്ടത് DF@0 ഒരു ലീനിയർ മാപ്പാണെന്ന് വേണ്ടേ. അപ്പോൾ ലീനിയർ മാപ്പാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ഒരു ഫംഗ്ഷൻ ലീനിയർ മാപ്പാണ്. ഇതിപ്പോൾ DF@0 എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ @0 ഒരു സിംഗിൾ സാധനമായിട്ട് കൺസിഡർ ചെയ്യണം. ഈ സിംഗിൾ സാധനം DF@0 എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ഫംഗ്ഷൻ, ഈ സാധനം ഒരു ലീനിയർ മാപ്പാണ്. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ, ഒരു G എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, Rn Rലേക്ക് ഒരു G എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അത് ലീനിയർ മാപ്പാണെങ്കിൽ g(c⁴) = c × g(α) എന്ന് എഴുതി മാറ്റിയാൽ മതി. അതായത് ഇവിടെ നമ്മൾ ഇവിടെയുള്ള ഒരു വെക്ടർ, ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെക്ടറാണ്. ഈ വെക്ടറിനെ ഒരു C കൊണ്ട് ഗുണിച്ച് g(c⁴) എന്ന് പറഞ്ഞാൽ C ഇവിടുന്ന് പുറത്തെടുത്തിട്ട് c × g(α) എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ലീനിയർ മാപ്പായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ n കോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുക g × c. നമുക്ക് വേണമെങ്കിൽ c തന്നെ എടുക്കുക. ആൽഫ എന്ന് പറഞ്ഞാൽ n കോർഡിനേറ്റ്സ് എടുക്കുക, x1 x2 എക്സെട്ര xn എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് തെളിയിക്കണം? ഇത് സമം c × g(x1 x2 എക്സെട്ര xn) നമുക്ക് തെളിയിച്ചാൽ മതി. ഇങ്ങനെയാണെങ്കിൽ ഇത് ലീനിയർ മാപ്പായിരിക്കും. അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ DF@0 എന്ന് പറയുന്ന സാധനം നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? g ആയിട്ട് എടുക്കുന്നു. ഈ ഫംഗ്ഷനാണ് നമ്മൾ എന്താ തെളിയിക്കുന്നത്? അപ്പോൾ DF@0 എന്ന് പറഞ്ഞ സാധനം ഇതല്ലേ, A1 A2 എക്സെട്ര AN അല്ലേ. അപ്പോൾ DF@0 എന്ന് പറയുന്ന സാധനം, അതായത് G എന്ന് പറയുന്ന സാധനം A1 A2 എക്സെട്ര, അത് ലീനിയർ മാപ്പാണ് തെളിയിക്കണം. അങ്ങനത്തെ ഈ സാധനം ഒരു ലീനിയർ മാപ്പാണ് തെളിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ എടുത്ത പോലെ തന്നെ Rnൽ ഒരു വെക്ടർ ആൽഫ എടുക്കണ്ടേ. ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു x1 x2 എക്സെട്ര xn. അതുകൊണ്ട് നമ്മൾ Rn നിന്ന് നമ്മൾ Rലേക്കുള്ള ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനാണ് DF@0 എക്സെട്ര 0 എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ സാധനമാണേ, ഒരു ഫംഗ്ഷനാണ്. അത് ഒരു ലീനിയർ മാപ്പാന്ന് പറയണമെങ്കിൽ DF@0 നമ്മൾ ഈ ഇവിടുന്ന് ഒരു എലമെൻറ്റിങ് എടുക്കുക. DF@0 C ആൽഫ ഒരു ആൽഫ എടുത്ത്, ഒരു ആൽഫ എടുത്ത വെക്ടറാണ്, ഒരു കോൺസ്റ്റൻ്റ് എടുത്തു, ഒരു C എടുത്ത്, ഒരു കോൺസ്റ്റൻ്റ് എടുത്തു. ഓക്കെ, അതായത് DF@0 എക്സെട്ര 0 ബ്രാക്കറ്റിലിട്ട് C × ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ എന്ന് പറയുന്നത് ഒരു n കോർഡിനേറ്റ്സുള്ള വെക്ടറാണ്. ഞാൻ n കോർഡിനേറ്റ്സുള്ള വെക്ടറിന് ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇവിടുത്തെ n കോർഡിനേറ്റ്സുള്ള വെക്ടർ x1 x2 എക്സെട്ര xn. ഇവിടുന്ന് ഒരു n കോർഡിനേറ്റ്സ് വെക്ടർ എടുത്ത്, ഓക്കെ, അതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പം നമ്മൾ ഈ DF@0 എന്ന് പറയുന്ന സാധനം നമുക്ക് നേരത്തെ അറിയാം. എന്താ സാധനം? അത് A1 A2 എക്സെട്ര AN അല്ലേ. അത് ആദ്യം ഇവിടെ എഴുതി വെക്ക്. ഈ സാധനമില്ലേ, ഇതെന്താണ്? സമം എന്ന് പറയുന്നുണ്ട്. സമം DF@0 എന്ന് പറഞ്ഞാൽ എന്താ? A1 A2 എക്സെട്ര AN.
ഇൻറ്റു ഈ സി ആൽഫ എന്ന് പറയുന്ന സാധനം നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ സി ഇങ്ങനെ കുത്തനെ എഴുതിക്കോളെ. ഈ സി ആൽഫ എന്ന് പറയുമ്പോൾ ഇത് സീനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. CX1 CX2 ഇവിടെ കോൺസ്റ്റൻ്റ് എല്ലാ കോർഡിനേറ്റും മൾട്ടിപ്ലൈ ചെയ്യണം. CXN ഇതിൻ്റെ ഈ സാധനം ഇല്ലേ, ഈ സാധനം കുത്തനെ എഴുതുക. കുത്തനെ എഴുതണേ. CX1 N കോർഡിനേറ്റ്സിനെ കുത്തനെ എഴുതുക. CX2 CX3 എക്സെട്ര CXN. അപ്പോൾ ഇതൊരു വെക്ടർ. ഈ മറ്റേ ഈ ഇപ്പുറത്ത് എഴുതുന്ന ഈ വെക്ടറിനെ നമ്മൾ കുത്തനെ എഴുതുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A1 എന്ത് വരും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. A1 ഇൻറ്റു CX1 പ്ലസ് A2 ഇൻറ്റു CX2 പ്ലസ് എക്സെട്ര AN ഇൻറ്റു CXN. ഇവിടെ നമുക്ക് കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തൂടെ? ഇതിൻ്റെ പുറത്തെടുത്തുന്നത് ഒരു A1 X1 A2 X2 പ്ലസ് എക്സെട്ര AN X1. ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ എന്താ ഇതാ C ഇൻറ്റു നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. A1 A2 എക്സെട്ര AN ഇൻറ്റു X1 X2 എക്സെട്ര Xn. അത് ഈ സാധനത്തിനെ മുറിച്ചിട്ട് നമ്മൾ രണ്ട് പീസാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. അതായത് ഇത് C ഇൻറ്റു ഇത് എന്താ സാധനം? DF@0 അല്ലേ? അതെന്ന് പറയുന്നത് DF@0000 എന്നാണ് സാധനം. ഒരു സിംഗിൾ സാധനം. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സാധനം DF@00. ഇതെന്ന് പറഞ്ഞാൽ എന്താ? DF@00 ഓഫ് X1 X2 എക്സെട്ര Xn. നമ്മൾ തുടങ്ങിയത് DF@00 ഓഫ് C ഓഫ് ആൽഫ. നമുക്ക് എന്താ കിട്ടിയേ? C ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് എന്ത് കിട്ടി? C ഇൻറ്റു DF@0 ഓഫ് X1 X2 എക്സെട്ര Xn കിട്ടി. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? G ഓഫ് C ആൽഫ സമം C ഇൻറ്റു G ഓഫ് ആൽഫ എന്ന് തെളിയിച്ച്. ഈ G എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മാത്രമേ ഉള്ളൂ. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DF@000 എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫംഗ്ഷനാണ്. G ഓഫ് C ആൽഫ ഈക്വൽ ടു C ഇൻറ്റു G ഓഫ് ആൽഫ. C ഇൻറ്റു ഇത് G ഓഫ് ആൽഫയാണ്. ഇത് G, ഇത് ആൽഫ. C ഇൻറ്റു G ഓഫ് ആൽഫ. ആൽഫ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കുത്തനെ എഴുതിയാൽ മതി. ഇപ്പോൾ G ഓഫ് C ആൽഫ ഈക്വൽ ടു C ഇൻറ്റു G ഓഫ് ആൽഫ തെളിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ DF@00 അഥവാ G എന്ന് പറയുന്ന സാധനം എന്താണ്? അതൊരു ലീനിയർ മാപ്പാണ്. അപ്പോൾ നമുക്ക് പറയാം DF@0 ഈസ് എ ലീനിയർ മാപ്പ് ഫ്രം എന്താണ്? Rn to R. ദിസ് ഈസ് കറക്റ്റ്. ഇനി DF@0 ഓഫ് A. DF@0 എന്താ? നമ്മൾ DF@0 ഒന്നും കൂടെ എഴുതുന്നുണ്ട്. DF@00 എന്ന് പറയുന്ന ആ സിംഗിൾ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ A1 A2 എക്സെട്ര AN. ഇതിന് വേണമെങ്കിൽ വെറുതെ ഒരു പേര് G എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, സിംഗിളായിട്ട് പറഞ്ഞാൽ മതി G എന്നാണ്. അപ്പോൾ ഇതാണ് DF@0 ഓഫ് A. ഓഫ് A എന്ന് പറയുമ്പോൾ നിങ്ങൾ A ഇങ്ങനെ കുത്തനെ വെച്ച് എഴുതണേ. A എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. A1 A2 N കോർഡിനേറ്റ്സ് ഉള്ള ഒരു വെക്ടർ ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകം. A1 A2 A എന്ന് പറഞ്ഞാൽ A1 A2 എക്സെട്ര AN. ഏടുത്ത വെക്ടറാണ്? ഇവിടുത്തെ വെക്ടറാണ്, N കോർഡിനേറ്റ്സ് ഉള്ള വെക്ടർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ DF@0 ഇത് A അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണേ എങ്ങനെ എഴുതുന്നത് നോക്കിക്കോളെ. DF@00 എക്സെട്ര ബ്രാക്കറ്റിൽ സിംഗിൾ ഫംഗ്ഷൻ എഴുതുക. അറ്റ് A എന്ന് എഴുതുമ്പോൾ നമ്മൾ അറ്റ് A എന്ന് ഇവിടെ എഴുതൂല്ലേ? ഇത് A ആണ്. A1 എക്സെട്ര AN. ഇതാണ് അറ്റ് A. DF@0 ഇത് DF@0 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ N കോർഡിനേറ്റ്സാണ്. DF@0 അറ്റ് A ഓഫ് A ഈസ് ഈക്വൽ ടു ഇത് DF@0ൻ്റെ വില ആദ്യം എഴുതുക. എന്താ DF@0ൻ്റെ വില? DF@0ൻ്റെ വില നമുക്കറിയാലോ. A1 A2 എക്സെട്ര AN. A1 A2 എക്സെട്ര AN. ഇതിൻ്റെ വാല്യൂ ഇവിടെ എഴുതി. ഇനി ഓഫ് A എന്നുള്ള ഈ ടേമില്ലേ ഇതിങ്ങനെ കുത്തനെ ചേരിച്ച് എഴുതുക. ആ വെക്ടർ A1 A2 എക്സെട്ര AN. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. A1 ഇൻറ്റു A1 A2 ഇൻറ്റു A2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക A1 സ്ക്വയർ പ്ലസ് A1 ഇൻറ്റു A1 A1 സ്ക്വയർ A2 ഇൻറ്റു A2 സ്ക്വയർ പ്ലസ് എക്സെട്ര അവസാനം AN ഇൻറ്റു AN സ്ക്വയർ. DF@0 ഓഫ് A ഈസ് ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയുക? നോമയാണ്. ദിസ് ഈസ് ഈക്വൽ ടു നോമ.
നോമേ സ്ക്വയർ. എന്താ നോമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു R എന്ന് പറയുന്ന സ്പേസിലാണെങ്കിൽ ഇവിടെ ഒരു വെക്ടർ ഉണ്ട്. ഇത് ഒറിജിനാണ്. ഇത് 0 0 0 n കോർഡിനേറ്റ്സ് ഉണ്ട് നോക്കുക. ഇവിടെ A എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്. അതിന് A1 A2 എക്സെട്ര n കോർഡിനേറ്റ്സ് ഉണ്ട്. ഒറിജിൻ നിന്ന് ഇതിലേക്കുള്ള ദൂരം അഥവാ ഈ വെക്ടറിൻ്റെ ഈ പോയിന്റ് ഇതിൻ്റെ സൈസ്, ആ വെക്ടറിൻ്റെ സൈസിനാണ് നോം എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരത്തിനാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇതിനെ സ്ക്വയർ ചെയ്യുക, അതിന് സം ചെയ്യുക. A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് എക്സെട്ര AN സ്ക്വയർ സം ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെ റൂട്ട് എടുത്താൽ മതി. അതിന് സം ചെയ്തിട്ട് സം ഓഫ് സ്ക്വയർ എടുത്ത് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നോം A കിട്ടും. ഇപ്പോൾ നമ്മൾ ഇതിനെ രണ്ട് ഭാഗം സ്ക്വയർ ചെയ്താൽ എന്ത് വരും, നോമേ സ്ക്വയർ വരില്ലേ. നോമേ രണ്ട് സ്ക്വയർ ചെയ്താൽ A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് എക്സെട്ര AN സ്ക്വയർ എന്ന് വരും. അപ്പോൾ ആ സാധനമല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഈ സാധനം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കുക, നോമേ സ്ക്വയർ എന്ന് വെച്ചൂടെ. അപ്പോൾ ഈ സാധനം എന്താണ്, DF(0) of A is equal to നോമേ സ്ക്വയർ. ദിസ് ആൾസോ കറക്റ്റ്. ഇനി DF(0) of A is equal to 0 അല്ലല്ലോ, നോമേ സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ ആൻസർ തെറ്റാ. ഇത് ഉണ്ടാ, ഇത് ശരി, ഇത് തെറ്റ്. DF(0) of B എന്താ വരിക, DF(0) of B. ഇപ്പോൾ നമ്മൾ ആദ്യം DF(0) എഴുതി വെക്കുക. ഇതാ DF(0). DF(0 0) എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫംഗ്ഷൻ, അതിനെ നമ്മൾ G എന്നാണ് വിളിക്കുന്നത്. DF(0 0) എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ ഫംഗ്ഷനാണ്. ഓഫ് എന്താ വേണ്ടത്, B. B1 B എന്ന് പറഞ്ഞാൽ n കോർഡിനേറ്റ്സ് ഉള്ള ഒരു വെക്ടറാണ് B. ഇത് DF(0). ഇതിനാണ് DF(0) എന്ന് പറയുന്നത്. ഓഫ് B സമോ ആദ്യം DF(0) എഴുതുക. എന്താ DF(0) നമുക്കറിയാം. ഇതിൻ്റെ വാല്യൂ എത്രയാ, DF(0)ൻ്റെ വാല്യൂ A1 A2 എക്സെട്ര AN. പിന്നെ ഈ വെക്ടർ ചെരിച്ച് കുത്തനെ എഴുതുക. B1 B2 B3 എക്സെട്ര BN. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു A1 B1 പ്ലസ് A2 B2 അങ്ങനെ വരും. A1 B1 പ്ലസ് A2 B2 പ്ലസ് എക്സെട്ര AN BN. ഇതാണ് എന്ത്, DF(0) of B. ദിസ് ഈസ് ആൾസോ കറക്റ്റ് ഫോർ B is equal 1. അപ്പോൾ ഇതിൽ ബാക്കി എയും ബിയും ഡിയും ശരിയാണ്, ഓപ്ഷൻ സി മാത്രമാണ് തെറ്റ്. ഓക്കെ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ, ഇത് ഡൗട്ട് ഉണ്ടാവും സാധ്യത കുറവാണ്, മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചാറ്റിലോട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് പോകാം.